ഹലോ ഗൈസ്, ഒരു അടിപൊളി ഹിഡൻ സ്പോട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ? ദേ ഈ കാണുന്നതാണ് ആ സ്ഥലം. നമുക്ക് അങ്ങോട്ടൊരു യാത്ര പോകാം. ഇത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് ഇത്തരമൊരു അടിപൊളി സ്ഥലമുള്ളത്. അപ്പോൾ ഞാൻ ബൈക്കെടുത്ത് അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡും ഇരു സൈഡും പാടങ്ങൾ. റോഡിൻ്റെ അരികോട് ചേർന്ന് ചെയറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് വരുന്ന യാത്രക്കാർക്കും മറ്റുള്ളവർക്കെല്ലാം വിശ്രമിക്കാനായിട്ടും വ്യായാമം ചെയ്യാനുമായിട്ടും അടിപൊളി സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. റോഡിൻ്റെ ഇരു സൈഡുകളിലായിട്ട് നല്ല ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം കണ്ട് അവരവിടെ ഒന്ന് ബൈക്ക് ബ്രേക്ക് ചെയ്ത് പോകും, അല്ലെങ്കിൽ കാറാണെങ്കിലും അവിടെ ഒന്ന് നിർത്തിപ്പോകും. അത്രമാത്രം ആൾക്കാർ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഞാൻ പോയ ദിവസം ഒരു ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഇത് വീഡിയോയിൽ പകർത്താമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. കണിക്കൊന്നയെല്ലാം പൂത്തു നിൽക്കുന്നൊരു സുന്ദരമായ നിമിഷമാണത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കുക, പകർന്നു നൽകുക എന്നത് എൻ്റെ ഒരു അഭിലാഷമായിരുന്നു. ഈ കാണുന്ന ചെയറാണ് റോഡിൻ്റെ ഇരു സൈഡുകളിലായി സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ കൂടുതലായി വരുന്നത് പ്രണയിനികളാണ്. നമ്മളവരെ കുറ്റം പറയാൻ പാടില്ലല്ലോ. അവർ വന്നിരുന്നോട്ടെ, ആസ്വദിച്ചോട്ടെ. അതുപോലെ വൃദ്ധ ദമ്പതികളും മറ്റു കുട്ടികൾ, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. വിശ്രമിക്കാനും കളിക്കാനും എല്ലാത്തിനുമായിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു ചേട്ടൻ കുടയും പിടിച്ച് മഴയത്ത് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തോട്ട് പോകുന്ന വഴികളിലെല്ലാം വളരെ മനോഹരമാണ്. മഴ പെയ്തതുകൊണ്ട് തന്നെ കാണാനും അത്യാവശ്യം അന്നത്തെ ദിവസം നല്ല ഭംഗിയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ സൈലൻസാണ്. ഇവിടെയൊക്കെ സമാധാനമുള്ള സ്ഥലമാണെന്ന് എനിക്ക് അവിടെ പോയപ്പോൾ മനസ്സിലായി. ആ വഴിയും ആ പാടവും ആ പച്ചപ്പും എല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വണ്ടിയൊന്ന് ബ്രേക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെ ഞാൻ ബ്രേക്ക് ചെയ്തു. മഴ പെയ്ത് പാടത്തെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. ഇത് വീഡിയോ പകർത്താനും ഫോട്ടോ എടുക്കാനും അവിടെ ഒരു 1000കണക്കിന് പേരെങ്കിലും വന്നിട്ടുണ്ടാവും. അതിലൊരാളാണ് ഞാനും. മറ്റൊരാളവിടെ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ഒരു സഞ്ചാരി. അദ്ദേഹം മനോഹരമായിട്ട് ഇത് പകർത്തുമ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ചെയ്യാതിരിക്കുക? പാടങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലായി പോയിരിക്കുകയാണ്. എടുക്കാനൊന്നുമില്ല, പഞ്ചുള്ള പാടമൊന്നുമല്ല. ഇതിനു മുമ്പ് ഈ വെള്ളമില്ലാത്തപ്പോൾ ഇത് കാണാൻ ഇതിനേക്കാൾ മനോഹരമായിരുന്നു. ആ ചെയറിട്ടിരിക്കുന്നതിലേക്ക് ഇങ്ങനെ വന്നിരുന്ന ആ പാടം ഒന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് അവിടെ ചവിട്ടി നിർത്തുക. മണ്ണൂത്തി വരെ വന്നിട്ട് ഈ വഴിക്ക് പോകാതിരിക്കരുത്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ കടയുണ്ട്. ഈ കാണുന്നതാണ് ആ കട. കടയിൽ അത്യാവശ്യം ചായയും കടികളെല്ലാം കിട്ടും. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, നല്ല മഴയാണ്. ഒരു 2 കട്ടൻ വാങ്ങി. നല്ല പൊളി വൈബ്. ജോൺസൺ മാഷും സംഗീതവും കട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു വൈബായിരുന്നു അവിടെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മൊത്തം മഴയിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് പാടങ്ങൾ. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ മുഴുവൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റില്ല, കാരണം മുഴുവൻ വെള്ളമായതുകൊണ്ട് അവിടുത്തെ പ്രകൃതി ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. പൂക്കളെല്ലാം അവിടെ പൂത്തു നിൽക്കുന്നുണ്ട്. എല്ലാം മഴ പെയ്തതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ. ഒരു പ്രത്യേക ക്ലൈമറ്റായിരുന്നു അന്ന് വൈകുന്നേരം. കുറേയധികം ആൾക്കാർ അവിടെ വന്നിരിക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പലരും വിശ്രമത്തിനായി വന്നിരിക്കുകയാണ്, ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായി വന്നിരിക്കുകയാണ്. നമ്മുടെ ഒഴിവു സമയങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക, സന്തോഷം പങ്കിടുക, കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിക്കുക. അതിന് പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്, ഒരു സംശയം വേണ്ട. ധൈര്യമായി ഈ റൂട്ട് വന്നോളൂ. റൂട്ട് നിങ്ങൾക്ക് കൃത്യമായി അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ കുഞ്ഞു കട നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഒരുപാട് നൊസ്റ്റാൾജി ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ കടയിൽ. അത്രമാത്രം സാധനങ്ങൾ ആ കടയിലുണ്ട്.
നമ്മൾ ചായ കുടിക്കും പ്രധാനമായിട്ടും മസാലക്കടല നിലക്കടലേക്ക് ഓരോന്ന് വാങ്ങി. നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഈ പ്രദേശം.